ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മൈമൻഡാർ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് പോയാലും നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് അരിത്തമെറ്റിക്, മാത്സിലെ അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മൾ സോൾവ് ചെയ്യുന്നതിലുള്ള പ്രശ്നം തന്നെയാണ്. ഏറെക്കുറെ എല്ലാ കുട്ടികൾക്കും മാത്സിലെ ഓരോ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യാനായിട്ട് തന്നെ 2, 3, 5, 10 മിനിറ്റ് വരെയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സമയം ചെയ്തിട്ട് നമുക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ടെൻസ്ഡ് ആവും. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കും. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് അടുത്ത ചോദ്യവും നമുക്ക് തെറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്നതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച ട്രഡീഷണൽ ആയിട്ടുള്ള രീതി തന്നെ വീണ്ടും ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ഏതൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും ആദ്യം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തെഴുതി ഓരോ കാൽക്കുലേഷനും അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയറിൽ ചെയ്ത് പോവുക എന്നുള്ള പാറ്റേണാണ് നമ്മൾ എല്ലാവരും ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ നമ്മളിവിടെ സ്കൂൾ ക്ലാസ് പോലെ essay എഴുതാൻ വേണ്ടിയല്ല നമ്മൾ പോയിരിക്കുന്നത്, ഇല്ലേ? നമ്മളിവിടെ എന്താണ്, നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ കാണുക, ആ ഓപ്ഷനിൽ നിന്ന് ശരിയായിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുക, അത് മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ടുള്ള രീതിയിൽ, ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ, എന്നാൽ ശരി ഉത്തരത്തിലേക്ക് എളുപ്പത്തിലെത്തുന്ന രീതിയിൽ ഉള്ള മെത്തേഡുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പരീക്ഷയ്ക്ക് പോയാലും പ്രശ്നം ഇത് തന്നെയാണ്. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒന്നാമത്തെ കാര്യം കണ്ടിന്യൂസ് പ്രാക്ടീസാണ്. രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ കൂടുതൽ മെത്തേഡുകൾ, പുതിയ ഷോർട്ട് കട്ട് മെത്തേഡുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ PSCയിൽ ഇതുവരെയും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള, അതുപോലെ തന്നെ വരുന്ന മത്സര പരീക്ഷകളിൽ ചോദിക്കാനായിട്ട് സാധ്യതയുള്ള അത്യാവശ്യം കടുപ്പമേറിയ ചോദ്യങ്ങൾ എങ്ങനെ ഒരു 45 സെക്കൻഡിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റും. 45 അതിനകത്തോ 30 സെക്കൻഡിനുള്ളിൽ, പല ചോദ്യങ്ങളും 30 സെക്കൻഡിനുള്ളിൽ തന്നെ ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാം? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, A:B = 2:3, B:C = 4:5 എങ്കിൽ C:A എത്ര? ഇപ്പോൾ റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ തന്നിക്കുന്ന ഓർഡർ കൂടി എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കിവിടെ ചെയ്യാനായിട്ട് A:B നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് 2:3. ഓക്കെ, അതുപോലെ തന്നെ B:C എന്ന് പറയുന്നത് 4:5. അങ്ങനെയെങ്കിൽ C:A എത്ര? ഇതല്ലേ നമുക്കിവിടെ ABC ഇങ്ങനെ 3 ടേമുകളുണ്ട്. അപ്പോൾ ചെയ്യേണ്ട മെത്തേഡ് ഇത്രയേ ഉള്ളൂ. A:B:C വാല്യൂ അതേ എടുക്കുക. A:B എത്രയാണ്? 2:3. B:C എത്രയാണ്? 4:5. ഓക്കെ, B:C അതിൻ്റെ തൊട്ട് താഴെ വരിയിൽ എഴുതി. ഇവിടെ ഒരു സ്പേസ് വാക്കൻ്റ് ആണ്, സോ 3 ഇവിടെയും ഫില്ല് ചെയ്യുക. ഇവിടെ ഒരു സ്പേസ് വാക്കൻ്റ് ആണ്, സോ 4 ഇവിടെയും ഫില്ല് ചെയ്യുക. അതിനുശേഷം താഴെ എന്ത് ചെയ്യുക, ഗുണിച്ചെഴുതുക. 2 × 4 8, 3 × 4 12, 3 × 5 15. അപ്പോൾ നമുക്ക് A:B:C റേഷ്യോ കിട്ടി 8:12:15. എൻ്റെ ചോദ്യം C:A എത്ര? സിയുടെ വാല്യൂ 15, എയുടെ വാല്യൂ 8. അപ്പോൾ എൻ്റെ ആൻസർ 15:8. ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം, ഒരു പേനയുടെയും പുസ്തകത്തിൻ്റെയും വിലകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതലുമാണ് എങ്കിൽ പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ വില എത്ര? ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 3x എന്നും 5x എന്നും എടുത്ത് നമുക്ക് ചെയ്തു പോവാം, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നോക്കിയേ, പേനയുടെയും പുസ്തകത്തിൻ്റെയും കാര്യമാണ് പറഞ്ഞേക്കുന്നത്. പേനയുടെയും പുസ്തകത്തിൻ്റെയും കാര്യം, പേനയുടെ വില 3 യൂണിറ്റാണ്, പുസ്തകത്തിൻ്റെ വില 5 യൂണിറ്റാണ്, അല്ലേ? ഇനി പേനയേക്കാളും എത്ര രൂപ കൂടുതലാണ്? 12 രൂപ കൂടുതലാണ് പുസ്തകത്തിന്. നമ്മളോട് നോക്കുമ്പോൾ പേനയുടെ വില 3 യൂണിറ്റും പുസ്തകത്തിൻ്റെ വില 5 യൂണിറ്റുമാണ്. അതായത് പേനയുടെ വിലയേക്കാളും 2 യൂണിറ്റ് കൂടുതലാണ് പുസ്തകത്തിന്. നമുക്കറിയാം പേനയേക്കാളും 12 രൂപ കൂടുതലാണ് പുസ്തകത്തിന്. അങ്ങനെയെങ്കിൽ ഈ 2 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 12 രൂപയാണ്. എൻ്റെ ചോദ്യം, പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ വില എത്ര? പേനയുടെ വില 3 യൂണിറ്റ്, പുസ്തകത്തിൻ്റെ വില 5 യൂണിറ്റ്. 3ഉം 5ഉം കൂടി ചേരുമ്പോൾ ആകെ എത്ര യൂണിറ്റ് ഉണ്ട്? 8 യൂണിറ്റ് ഉണ്ട്. 2 യൂണിറ്റ് 12 ആണെങ്കിൽ 8 യൂണിറ്റ് എത്രയായിരിക്കും? 2നെ 4 കൊണ്ട് ഗുണിച്ചാൽ എന്താവും? 12 ആവും. സോ 2നെ 4 കൊണ്ട് ഗുണിച്ചാൽ 8 ആകും. സോ 12നെ 4 കൊണ്ട് ഗുണിച്ചാൽ 48. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം, ഒരു വരിയിൽ 50 സെൻറ്റിമീറ്റർ അകലത്തിൽ ചെടികൾ നട്ടു. ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിൽ അകലം എത്ര? ഇവിടെ ഞാൻ ആദ്യം ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചോ. ഞാൻ 3 ചെടികളാണ് നട്ടതെന്ന് കരുതുക. ഓക്കെ,
അപ്പോൾ ഒന്നാമത്തെ ചെടിയും മൂന്നാമത്തെ ചെടിയും തമ്മിലുള്ള അകലമെന്ന് പറയുന്നത് 2 ഗ്യാപ്പാണ് ഇല്ലേ? അതിനിടയിൽ 2 സ്പേസേ ഉള്ളൂ. ഞാൻ 4 ചെടികളാണ് നട്ടിട്ടുള്ളതെങ്കിൽ അതിനിടയിൽ 3 സ്പേസേ ഉള്ളൂ. അപ്പോൾ എത്ര ചെടികളാണോ നട്ടത് അവയ്ക്കിടയിൽ അവയിൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടോ അത്രയും സ്പേസാണുള്ളത്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിക്കുമിടയിൽ എത്ര സ്പേസ് കാണും? 10 സ്പേസ് കാണും ഇല്ലേ? 10 ഗ്യാപ്പുകൾ കാണും. അതിൽ ഒരു ഗ്യാപ്പ് എത്രയാണ്? 50 സെൻറ്റിമീറ്റർ വെച്ചാണ് ഓരോ ഗ്യാപ്പും. അങ്ങനെയെങ്കിൽ 10 ഗ്യാപ്പ് ആകുമ്പോൾ 50 × 10 500. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് നമുക്ക് പേനയും പേപ്പർ യൂസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ക്വസ്റ്റ്യൻ കാണുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൽ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ മെത്തേഡിൽ ചെയ്ത് നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുത്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? ഉത്തരം കിട്ടത്തുള്ളൂ. അടുത്ത ചോദ്യം, 28 × 25 തുല്യമായത് ഏത്? കാണുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. നമ്മളെല്ലാവരും എന്ത് ചെയ്യും? 28നെയും 25നെയും കൂടെ ഗുണിച്ചൊരു ഉത്തരം എടുക്കും. അതിനുശേഷം ഓരോ ഓപ്ഷനെയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ ഓപ്ഷൻ്റെയും ഉത്തരം കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണോ അതിന് തുല്യമായ ഉത്തരം ഇവിടെ ഏതിൽ നിന്ന് കിട്ടോ അതിനെ ഉത്തരമായിട്ട് നമ്മൾ ടിക്ക് ചെയ്യും ഇല്ലേ? നമുക്കതൊന്നും ചെയ്യാൻ നോക്കി നോക്കാം. 28 × 25 ഒറ്റ ഉത്തരമായിട്ടല്ല ഓപ്ഷനും തന്നേക്കുന്നത്, അതും പ്രോഡക്റ്റ് രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നേക്കുന്ന ആൾക്കാർ ഒന്ന് പിരിച്ചെഴുതാം. 28നെ എങ്ങനെ എഴുതാം? 7 × 4. 25 ഞാൻ അതുപോലെ തന്നെ എഴുതി. 28നെ 7 × 4 × 25. 4 × 25 എത്രയായിട്ട് മാറും? 100 മാറും. അതായത് ഇതെന്താണ്? 7 × 100. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അല്ലാതെ ഓരോ ഓപ്ഷനായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തെറ്റാനുള്ള ചാൻസും കൂടും, അതുപോലെ തന്നെ ഒരുപാട് ടൈമും അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ആകും. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുടെ ശരാശരി 10 വയസ്സ്. ടീച്ചർ കൂടി വന്നപ്പോൾ ശരാശരി 11 വയസ്സായെങ്കിൽ ടീച്ചറിൻ്റെ വയസ്സ് എത്ര? നമുക്ക് ശരാശരിയുടെ കാര്യം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സമ്മിനെ, അതായത് തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. അങ്ങനെയെങ്കിൽ അതിന് നമുക്കറിയാം സമ്മ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആവറേജിനെ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി ഇല്ലേ? സമ്മിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ആവറേജ് കിട്ടും. അങ്ങനെയെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് നമ്പറിനെ അവിടേക്ക് കൊണ്ടുപോകാം. ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സമ്മ് കിട്ടും. നമുക്ക് ആ കോൺസെപ്റ്റ് ഇവിടെ ചിന്തിച്ച് നോക്കാം. എണ്ണം എത്രയാണ്? 40 കുട്ടികളുടെ ശരാശരി 10 വയസ്സ്. അങ്ങനെയെങ്കിൽ ആ 40 കുട്ടികളുടെയും കൂടെ ടോട്ടൽ വയസ്സ് എത്രയായിരിക്കും? 40 × 10 400. സംശയമില്ലല്ലോ. അടുത്ത് ടീച്ചർ കൂടി വന്നു. 40 കുട്ടികളുണ്ടായിരുന്നു, ഒരു ടീച്ചർ കൂടി വന്നു. അപ്പോൾ എത്ര പേരായിട്ട് മാറും? അത് 41 ശരാശരി ഇപ്പോൾ എത്രയാണ്? 11. 41 × 11. ഏതൊരു സംഖ്യയും 11 കൊണ്ട് ഗുണിക്കാനായിട്ട് സൈഡിലേക്ക് എഴുതാനായിട്ട് പോകണ്ട. 4 എഴുതുക, 1 എഴുതുക. 4 1 കൂട്ടിയാൽ എത്രയാണ്? 5. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഏതൊരു നമ്പറിനെ 11 കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്യുക? 4ഉം 5ഉം തന്നയ്ക്കുന്ന സംഖ്യ ഒരു ഗ്യാപ്പിട്ട് എഴുതുക. തന്നയ്ക്കുന്ന സംഖ്യകൾ അക്കങ്ങളെ തമ്മിൽ കൂട്ടി എന്ത് ചെയ്യുക? നടുക്ക് എഴുതുക. ഇവിടെ നോക്കിയേ, നേരത്തെ തുക 400 ആയിരുന്നു, ഇപ്പോൾ തുക 451. അതിൽ എത്ര കൂടി തുക? 51. ഒരു ടീച്ചറല്ലേ വന്നോളൂ. അപ്പോൾ ടീച്ചറിൻ്റെ വയസ്സ് എത്രയാണ്? 51 വയസ്സ്. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ അടുത്ത ചോദ്യം, 15625 എന്ന സംഖ്യയുടെ വർഗ്ഗമൂലം കാണുക. ഒരു സംഖ്യയുടെ വർഗ്ഗമൂലം കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫാക്ടറൈസ് ചെയ്യും ഇല്ലേ? 15625നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും, വീണ്ടും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെറുതാക്കി എന്ത് ചെയ്യും? അവസാന ഉത്തരത്തിലേക്ക് എത്തിക്കും. അതിൻ്റെ ആവശ്യമില്ല. നോക്കിയേ, തന്നിക്കുന്ന ഒരു സംഖ്യ തന്നിട്ട് വർഗ്ഗമൂലം കാണാനായിട്ട് പറയുന്നു. ആ സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങൾ 25 കരുതുക. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടൊരു ഉത്തരമാണ്, ഡെസിമലിലല്ല നമുക്ക് ഓപ്ഷൻ ഒന്നും തന്നിക്കുന്നത്. ഒരു ഓപ്ഷനും ഡെസിമലിലല്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് തന്നെയാണ് തന്നിക്കുന്നത്. അങ്ങനെയെങ്കിൽ 15625 നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. 25ന് പകരം എന്തെന്ന് എഴുതുക? 5 എന്ന് എഴുതുക. 156 എന്ന് പറയുന്ന സംഖ്യ അടുത്തടുത്തുള്ള ഏതോ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 156 കിട്ടും. ഏതൊക്കെയായിരിക്കും ആ സംഖ്യ? 12 × 13. 12 × 13 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 156 കിട്ടും. അതിൽ ചെറുതാരാണ്? 12. അതിനെ മുന്നിലെടുത്ത് എഴുതുക. അപ്പോൾ എൻ്റെ ഉത്തരം 125. ഓക്കെ, 25ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ റൂട്ട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ 25ന് പകരം 5 എഴുതുക. ബാക്കി മുന്നിൽ എത്ര സംഖ്യയുണ്ടോ അതിനെ അടുത്തടുത്ത 2 സംഖ്യകളുടെ തുകകളായിട്ട് എഴുതാനായിട്ട് നോക്കുക. അതിലേറ്റവും ചെറിയ സംഖ്യ ഏതാണോ അതാണ് എൻ്റെ ഉത്തരം. ഓക്കെ.
അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം 60 എങ്കിൽ സംഖ്യ എത്ര? നമുക്ക് ആ സംഖ്യ വേണമെങ്കിൽ എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു 30%, അപ്പോൾ ആ സംഖ്യ കിട്ടും. എക്സിൻ്റെ 70% അതൊരു ഇക്വേഷൻ കിട്ടും. അവരെ തമ്മിൽ കുറച്ച് 60 ഈക്വൽ ടു കൊടുക്കാം, സോൾവ് ചെയ്യാം. അതിലോട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഏതോ ഒരു സംഖ്യ, ഒരൊറ്റ സംഖ്യയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ആ സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഈ ശതമാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 40 അല്ലേ? 30%-ൽ നിന്ന് 70% എത്താൻ എത്രയാക്കണം? 40 വേണം. അതായത് 40% എന്ന് പറയുന്നത് എത്രയാണ്? 60 അല്ലേ? അങ്ങനെയെങ്കിൽ സംഖ്യ എത്ര എന്നല്ലേ എൻ്റെ ചോദ്യം? 100% എത്ര? ഓക്കെ, ക്രോസ് ചെയ്യാമല്ലോ. ഇവിടെ എക്സ് എന്ന് കൊടുക്കുക, അങ്ങോട്ടേക്ക് ഗുണിക്കുക. ഇവിടെ വരുമ്പോൾ 60 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 40. പൂജ്യങ്ങളെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4 25, 25 ഇൻറ്റു 6 എത്ര വരും? 150. അതാണ് എൻ്റെ ശരി ഉത്തരം. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ. ഇതിന് നമുക്ക് എക്സ് ഇൻറ്റു 40 ഈക്വൽ ടു 100 ഇൻറ്റു 60 ചെയ്തിട്ട്, അതായത് ഇവിടെ നമ്മൾ ചെയ്തത് 40 ഇൻറ്റു എക്സ് ഈക്വൽ ടു 60 ഇൻറ്റു 100. അതിൽ എക്സ് ഈക്വൽ ടു 60 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 40. അങ്ങനെയാണ് വെട്ടിച്ചെറുതാക്കിയത്. ഇനി നമുക്ക് അത്രയും പോവേണ്ട ആവശ്യവും ഇല്ല. നമുക്കല്ലാതെ വേണമെങ്കിൽ കാൽക്കുലേഷൻ തീരെയും അവോയ്ഡ് ചെയ്ത് ഇതിനെ ചെയ്യാൻ പറ്റും. നോക്കിയേ, 40% എന്ന് പറയുന്നത് എത്രയാണ്? 60. അങ്ങനെയെങ്കിൽ 10% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 ആവില്ലേ? അപ്പോൾ 60നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15. അങ്ങനെയെങ്കിൽ 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 150. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരാൾ 1000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക എത്ര? കൂട്ടുപലിശയുടെ ചോദ്യമാണ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, പി ഇൻറ്റു 1 + r/100 ദ ഹോൾ റൈസ് ടു n. ഇതിൽ പി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന എമൗണ്ട്, എത്രയാണോ നിക്ഷേപിച്ച തുക അത്. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് 2 വർഷം. ഓക്കെ, ഇക്വേഷനിൽ കൊടുത്ത് നമുക്ക് സോൾവ് ചെയ്യാം. നമ്മളിപ്പോൾ ഇക്വേഷൻ ഇല്ലാത്ത രീതിയാണ് നോക്കുന്നത് അല്ലേ? നമുക്ക് നോക്കാം, എത്ര രൂപയാണ് അയാൾ നിക്ഷേപിച്ചത്? 1000 രൂപ. ഓക്കെ അല്ലേ? 10% പലിശ കിട്ടുന്നത്. നിങ്ങൾക്ക് ഏതൊരു ചോദ്യത്തിലായാലും ഒരു സംഖ്യ തരുമ്പോൾ, ഒരു സംഖ്യയോ എന്തിൻ്റെങ്കിലും വിലയോ എന്തെങ്കിലും തരുമ്പോൾ അതിനെ എന്തായിട്ട് എടുക്കുക? 100% എടുക്കുക. എല്ലായ്പ്പോഴും അത് 100% എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, 1000 രൂപ എന്ന് പറയുന്നത് എന്താണ്? 100%. എനിക്ക് 10% പലിശ കിട്ടുന്നത്. 1000ൻ്റെ 10% എത്രയാണ്? 100 രൂപ. അപ്പോൾ ഒന്നാമത്തെ വർഷം എനിക്ക് 100 രൂപ പലിശ കിട്ടി. ഇനി രണ്ടാമത്തെ വർഷം 1000 രൂപയ്ക്ക് എത്ര രൂപ പലിശ കിട്ടും? 100 രൂപ പലിശ കിട്ടും. 10% പലിശ കിട്ടി. കൂട്ടുപലിശയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയ പലിശയ്ക്കും എന്ത് കിട്ടും? പലിശ കിട്ടും. അപ്പോൾ 100 രൂപയ്ക്കും പലിശ കിട്ടും. എത്ര രൂപ? 10 രൂപ. ഓക്കെ, അങ്ങനെയെങ്കിൽ ആകെ എത്രയായി? 1210 രൂപ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ 1000 രൂപ ഒന്നാമത്തെ വർഷം 10%, 1000ൻ്റെ 10% എന്ന് പറയുന്നത് 100, ഒരു 0 വെട്ടി കളഞ്ഞാൽ മതി അല്ലേ? രണ്ടാമത്തെ വർഷം എന്ത് ചെയ്യും? 1000ന് 10% പലിശ കിട്ടും. കൂട്ടുപലിശ ആയതുകൊണ്ട് കഴിഞ്ഞ വർഷം കിട്ടിയ പലിശയ്ക്കും എന്ത് കിട്ടും? പലിശ കിട്ടും. ഓക്കെ, 100ൻ്റെ 10% 10 രൂപ. ആകെ എത്ര രൂപ? 1210. ഈ ചോദ്യത്തിൽ നമുക്കിനി എത്ര രൂപയാണ് ആകെ പലിശ ഇനത്തിൽ കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ നിക്ഷേപിച്ച തുകയാണ്. അപ്പോൾ പലിശ ഇനത്തിൽ 210 രൂപയാണ് അയാൾക്ക് കിട്ടിയത്. ഓക്കെ അല്ലേ? ഇത് 3 വർഷം വന്നാലും ഇതേ പ്രൊസീജിയറിന് എന്ത് ചെയ്താൽ മതി? ഒരു സ്റ്റെപ്പ് കൂടി റിപ്പീറ്റ് ചെയ്താൽ മതി. നമുക്ക് അതുകൂടെ നോക്കി നോക്കാം. 3 വർഷത്തേക്ക് ആയിരുന്നുവെങ്കിൽ, ഓക്കെ, 1000 രൂപ നിക്ഷേപിച്ചു. ഒന്നാമത്തെ വർഷം 10% പലിശ, അപ്പോൾ അയാൾക്ക് 100 രൂപ പലിശയായിട്ട് കിട്ടി. ഇനി രണ്ടാമത്തെ വർഷം 1000ന് ഒരു 100 രൂപ കിട്ടും. ഈ 100ന് ഒരു 10 രൂപയും കിട്ടും ഇല്ലേ? ഇനി മൂന്നാമത്തെ വർഷം 1000ന് 100 രൂപ കിട്ടും. കഴിഞ്ഞ വർഷം കിട്ടിയ 100ന് ഒരു 10 രൂപ കിട്ടും. ഓക്കെ, അതിന് മുമ്പിലത്തെ വർഷം കിട്ടിയ 100നും ഒരു 10 രൂപ കിട്ടും. ഇനി അതിന് മുമ്പിലത്തെ വർഷം കിട്ടിയ 10 രൂപയ്ക്ക് അതിൻ്റെ 10% 1 രൂപ പലിശ കിട്ടും. ഇതെല്ലാം കൂടെ ചേർത്താൽ മതിയല്ലോ. 100, 200, 300, 331 രൂപ പലിശ ഇനത്തിൽ കിട്ടും. ഓക്കെ,
നമ്മുടെ അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 7:5 അംശബന്ധത്തിലാണ്. പെൺകുട്ടികളെക്കാൾ 8 കുറവാണ് ആൺകുട്ടികൾ. ഇവിടെ നോക്കിയേ, പെൺകുട്ടികളുടെ റേഷ്യോ 7, ആൺകുട്ടികളുടെ റേഷ്യോ 5. ആൺകുട്ടികളുടെ എണ്ണം എത്ര കുറവാണ്? 8 കുറവാണ്. ആൺകുട്ടികളുടെ റേഷ്യോ എത്ര കുറവാണ്? 2 കുറവാണ്. അതായത് ആ 2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8ന് തുല്യമായിരിക്കും ഇല്ലേ? അങ്ങനെയെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? 2 യൂണിറ്റ് എന്ന് പറയുന്നത് 8 പേരാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം 5 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര? ഓക്കെ, നമുക്കിവിടെ നോക്കാം. 2 യൂണിറ്റ് എന്ന് പറയുന്നത് 8 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും. അങ്ങനെയെങ്കിൽ 5 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. 0.333 എക്സെട്ര എന്നതിൻ്റെ ഭിന്നക രൂപം, അതായത് ഫ്രാക്ഷണൽ ഫോം ഏതാണ്? 0.33 ഇതെന്ത് ചെയ്യുന്നില്ല, ഇവിടെ തീരുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് വെക്കൊണ്ടേയിരിക്കുവാണ്. 3 എന്ന് പറയുന്ന സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഡിജിറ്റ്, പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ ഏതാണ്? 3. അത് എഴുതുക. ഓക്കെ, ഇനി റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ മാത്രം എഴുതുക. റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റ്, 3 എന്ന് പറയുന്ന ഡിജിറ്റ് മാത്രമല്ലേ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ താഴെ എന്ത് എഴുതുക? ഒരു 9 കൊടുക്കുക. വെട്ടി ചെറുതാക്കുമ്പോൾ 1/3 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി അഥവാ ഇവിടെ ചോദിച്ച ചോദ്യം 0.343434 എക്സെട്ര ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ് ഏതൊക്കെയാണ്? 34. 2 പേരല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്, 3ഉം 4ഉം. അപ്പോൾ താഴെ എന്ത് എഴുതുക? 2 9 കൊടുക്കുക. 34/99. ഇതാണ് എൻ്റെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? നമ്മുടെ അടുത്ത ചോദ്യം, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാ ആൾക്കാരും ഏറെക്കുറെ 90% പേരും എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. കാരണം ഇതിൽ ഡേറ്റയൊന്നും കംപ്ലീറ്റ് അല്ല എന്ന് നമ്മൾ ചിന്തിക്കും. ഇവിടെ ഒരു സമാന്തര ശ്രേണിയിൽ 24ാം പദം -63 ആയാൽ ആദ്യ 47 പദങ്ങളുടെ തുക എത്ര? നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളൊരു രീതിയുണ്ട്. സമ്മ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഫസ്റ്റ് ടൈം വേണം ഇല്ലേ? ആദ്യ പദം നമ്മൾ അറിയണം, കോമൺ ഡിഫറൻസും അറിയണം, എത്ര പേരുണ്ടെന്നും അറിയണം. എങ്കിലേ നമുക്ക് തുക കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു ലോജിക്ക് നമ്മുടെ മനസ്സിലുണ്ട്. കാരണം നമ്മൾ 2 ഇക്വേഷൻസാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? n/2 × 2a + n-1 × d എന്ന് പറയുന്ന ഒരു ഇക്വേഷനും n/2 × a1 + an എന്ന് പറയുന്ന 2 ഇക്വേഷൻസ്. ഈ 2 ഇക്വേഷൻസാണ് അരിത്തമെറ്റിക്കിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നത്. നമ്മളിവിടെ നോക്കിയേ, ഇവിടെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമാണ്, എൻ എന്ന് പറയുന്നത് എത്ര ടേം ഉണ്ട്, നമ്പർ ഓഫ് ടേംസ് ആണ്, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 3 ആൾക്കാരെയും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിലോ A1 എന്ന് പറയുന്ന ഫസ്റ്റ് ടേമാണ്, AN എന്ന് പറയുന്ന ലാസ്റ്റ് ടേമാണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. അവിടെയാണെങ്കിലും മിനിമം 3 പേരെ അറിഞ്ഞിരിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ ആകെപ്പാട് തന്നിട്ടുള്ളത് 24ാം പദം 63 ആണ്. ഒറ്റ ഡേറ്റ് തന്നിട്ടുള്ളൂ. 47 പദങ്ങളുടെ തുക എത്ര എന്ന് പറയുമ്പോൾ n = നമുക്ക് എന്തെന്ന് കൊടുക്കാം? 47 എന്ന് കൊടുക്കാം. മറ്റുള്ള ആൾക്കാരാരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ലോജിക്ക് ആദ്യം ഒന്ന് പറയാം. എൻ്റെ കയ്യിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. 2 4 6 8 10 ഇതാണെന്ന് കരുതുക. ഓക്കെ, ഇവിടെ ആദ്യത്തെ പദവും അവസാനത്തെ പദവും തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുത്താൽ 10ഉം 2ഉം കൂട്ടിയാൽ 12, പകുതി എടുക്കുമ്പോൾ 6. കൃത്യം നടുക്കുള്ള പദം കിട്ടത്തില്ലേ? അല്ലേ? വേറൊരു സീക്വൻസ് നോക്കാം. 3 6 9 12 15 18 20 20 21. ഓക്കെ, ഇവിടെ ആദ്യ പദം 3നെയും അവസാന പദം 21നെയും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 24. 24ലെ പകുതി എടുത്താൽ കൃത്യം നടുക്കുള്ള ടേം ആര്? 12 കിട്ടത്തില്ലേ? അതായത് A1നെയും ANനെയും കൂട്ടി പകുതി എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? മിഡിൽ ടേം കിട്ടും. ഇത് വേറെ ഇക്വേഷൻ ആയിട്ടൊന്നുമല്ല നമ്മൾ നോക്കുന്നത്. ഇതാ ഇവിടെ ഇക്വേഷൻ നോക്കിയേ, A1 + AN / 2. ഇതെന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേം അല്ലേ? ഇനി എൻ്റെ ചോദ്യത്തിലോട്ട് നോക്കിയേ, 24ാം പദം എത്രയാണ്? -63. 47 പദങ്ങളുടെ തുക എത്ര? 1 മുതൽ 47 വരെയുള്ള പദങ്ങൾ എഴുതുമ്പോൾ കൃത്യം നടുക്ക് വരുന്ന ആളല്ലേ 24ാം പദം അല്ലേ? ഇവിടെ 23 പേര് വരും, ഇവിടെയും 23 പേര് വരും. അപ്പോൾ 23 46 പേരായി.
അതിൻ്റെ കൂടെ 24ാമത്തെ നടുക്കുള്ള ആളും കൂടെ ചേരുമ്പോൾ മൊത്തം 47 ടൈമായി. അപ്പോൾ കൃത്യം നടുക്കുള്ള ആളാണ് തന്നേക്കുന്നത്. അതായത് ഒന്നാമത്തെ പദവും അവസാനത്തെ പദവും തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുത്താൽ കിട്ടുന്ന വാല്യൂ അതാണ് ഇവിടെ എന്ത് -63. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് നോക്കാം. n/2 ഇൻറ്റു a1 പ്ലസ് an. ഓക്കെ, അപ്പോൾ n എന്ന് പറയുന്നത് 47 ഇൻറ്റു a1 പ്ലസ് an, ആദ്യ പദവും അവസാന പദവും കൂടെ തമ്മിൽ കൂട്ടി ഞാനൊന്നുകൂടെ എഴുതാം an/2. ആദ്യ പദവും അവസാന പദവും കൂട്ടി പകുതി എടുക്കുമ്പോൾ കിട്ടുന്നത് നടുക്കത്തെ ടൈം. അപ്പോൾ 47 ഇൻറ്റു നടുക്കത്തെ ടൈം ഇവിടെ എത്രയാണ്? -63. 47നെ 63നെയും കൂടെ ഗുണിക്കുമ്പോൾ എന്തായി? ഉത്തരവായി. ഓക്കെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അതിൻ്റെ ലോജിക്കാണ്. നമ്മൾ ചെയ്യാനായിട്ട് ഇവിടെ 30 സെക്കൻഡ് പോലും തികച്ചു വേണ്ട. ഗുണിക്കുന്ന ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, എത്ര കിട്ടും? 47 63 3 21 1 ശിഷ്ടം 2. ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ചെയ്ത് ഈ സ്റ്റെപ്പുകളൊന്നും നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ 3 × 7 ചെയ്യുമ്പോൾ 21 എന്ന് വന്നു. അപ്പോൾ വൺസ് ഡിജിറ്റ് ആരാണ്? 1 ആണ്. നമ്മുടെ ഓപ്ഷനിൽ അവസാനം 1 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ എങ്കിൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ 3 പേരുണ്ട്. ഓക്കെ, അല്ല എങ്കിൽ മറ്റൊരു ചോദ്യം, ഇപ്പോൾ അവസാനം ഇവിടെ 3 ആണ് വന്നിരുന്നതെന്ന് കരുതുക. എങ്കിൽ ഞാൻ പിന്നെ ബാക്കി ഗുണിച്ചുകൊണ്ടിരിക്കേണ്ട ഒരാവശ്യവുമില്ല. അവസാനം 3 വരുന്ന ഓപ്ഷൻ ഡി ആയിരുന്നതിന് എന്ത് എൻ്റെ റൈറ്റ് ആൻസർ. ഇനി അങ്ങനെ 1 വരുന്ന 1-ൽ കൂടുതൽ ആൾക്കാർ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുക? ബാക്കിയും കൂടെ ചെയ്യുക. 4 × 3 = 12 14 6 × 42 4 24 28. ഓക്കെ, 1 6 9 2. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കാരണം ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഉത്തരത്തിലൊരു മൈനസ് വരും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം. ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 8100 ആയാൽ വശങ്ങളുടെ എണ്ണം എത്ര? കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? n-2 ഇൻറ്റു 180. അതെന്ന് പറയുന്നവർ എത്രയും തന്നിട്ടുണ്ട്? 8100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു പൂജ്യത്തെ നമുക്ക് വെട്ടിക്കളയാം. 18 9ൻ്റെ ടേബിളിൽ 2 പ്രാവശ്യം, 9ൻ്റെ ടേബിളിൽ 90 പ്രാവശ്യം. ഓക്കെ, 2ഉം 90ഉം 45. അപ്പോൾ n-2 = 45 അല്ലെങ്കിൽ n = -2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +2 ആവും. 47. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം. ഇത് ഏറെക്കുറെ എല്ലാ ആൾക്കാർക്കും ഒരു ദിവസത്തിൻ്റെയെങ്കിലുമൊക്കെ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട് കലണ്ടറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ചില ആൾക്കാരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം 1 2 3 4 31 വരെ നമ്പർ ഇടും. ഓരോ മാസവും എത്ര മാസമുണ്ട് കയ്യിൽ എണ്ണിയെടുത്ത് 31 30 അങ്ങനെ നമ്പറിട്ട് തിരിച്ചിട്ട് ഓരോന്നായിട്ട് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എണ്ണി തിരിക്കുന്ന ആൾക്കാരുണ്ട്. ബാക്കിയെല്ലാം ചെയ്തതിന് ശേഷം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയേ 1985 ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. 1988 ഡേറ്റാണ് നമുക്കടുത്ത് കണ്ടുപിടിക്കേണ്ടത്. ഇതിനിടയിൽ 2 വർഷമുണ്ട്. അപ്പോൾ അവിടെ 365 ദിവസമുള്ള 2 വർഷങ്ങളുണ്ട്. അപ്പോൾ 2 വർഷത്തിൻ്റെ ഡേറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓരോ ദിവസവും എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ലോജിക്ക് കൊടുക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കലണ്ടറിൽ ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ 7 ദിവസം കഴിയുമ്പോഴും വീണ്ടും അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ 7ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ മിച്ചമുള്ളത് ആര്? അത് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നമുക്കിവിടെ നോക്കാം. 1985 1986 1987 1988 4 വർഷങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഇതിനകത്ത്. ഇവിടെ 85 ഡിസംബർ 25ൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡിസംബർ 25 കഴിഞ്ഞിട്ട് ഇനി എത്ര ദിവസമുണ്ട്? 6 ദിവസമല്ലേ ആ വർഷത്തിന് ബാക്കിയുള്ളൂ. ഓക്കെ, 1986 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ അല്ല, അതിവർഷമല്ല. അതുകൊണ്ട് എത്ര ദിവസം കാണും? 365 ദിവസം കാണും. ഓക്കെ, 1987 ലീപ്പ് ഇയർ അല്ല, സോ 365 ദിവസം കാണും. ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ട് ലാസ്റ്റ് 2 ഡിജിറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. പറ്റില്ല എങ്കിൽ അതെന്തല്ല, ലീപ്പ് ഇയർ അല്ല. പറ്റുമെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. ഇനി 1988 ജനുവരി 1ൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ദിവസമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി 365 നമുക്ക് കിട്ടിയ ആൾക്കാരല്ല 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് 6 അതുപോലെ തന്നെ എഴുതി. 365നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 പ്രാവശ്യം 35 ശിഷ്ടം 1 15 2 പ്രാവശ്യം 14. അപ്പോൾ 14 പോയി കഴിഞ്ഞാൽ ശിഷ്ടം 1 വരും, റിമൈൻഡർ 1 വരും. റിമൈൻഡർ മാത്രം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ റിമൈൻഡർ 1 വരും. അപ്പോൾ 6 ഇവിടുത്തെ റിമൈൻഡർ 6, ഇവിടെ റിമൈൻഡർ 1, ഇവിടെ റിമൈൻഡർ 1, ഇവിടെ വീണ്ടും റിമൈൻഡർ 1. 6 1 7 8 9 9 വന്നു.
9നെ വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എത്ര കിട്ടും? 2 കിട്ടും. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ബുധനാഴ്ചയിലാണ്, അങ്ങനെയെങ്കിൽ വ്യാഴം വെള്ളി 2 ദിവസം കൂട്ടുക, വെള്ളിയാണ് ശരി ഉത്തരം. ഓക്കെ, എൻ്റെ അപ്രോച്ച് ഒന്നുകൂടി പറയാം. തന്നിരിക്കുന്ന വർഷങ്ങളിൽ ദിവസങ്ങളുടെ എണ്ണം എഴുതുക, എണ്ണം എഴുതിയതിന് ശേഷം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഓരോരുത്തരെയും 7 കൊണ്ട് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തെടുക്കുക. എന്നിട്ട് വരുന്ന റിമൈൻഡറുകളെ മാത്രം എടുക്കുക, ആ റിമൈൻഡറുകളെ വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ 7 എന്ന് പറയുന്ന സംഖ്യയിലേക്കാളും താഴെയുള്ള റിമൈൻഡർ കിട്ടുന്നത് വരെ എന്ത് ചെയ്യുക? പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് അവസാനം കിട്ടുന്ന നമ്പർ, അവസാനം കിട്ടുന്ന റിമൈൻഡർ, ആ റിമൈൻഡർ എത്രയാണ് അത് ഇവിടെ തന്ന ദിവസത്തിനോട് അത്രയും പ്രാവശ്യം മുന്നിലേക്ക് ചിന്തിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്കിവിടെ ഒരു കാര്യം കൂടി ഒന്ന് പറയാം. നമുക്കിവിടെ വർഷങ്ങൾ വരുമ്പോൾ ഇങ്ങനെ 365 എഴുതി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കാണാതെ ഒന്ന് ഓർത്തിരിക്കുക. നോർമൽ ഇയർ ആണെങ്കിൽ, സാധാരണ വർഷങ്ങളാണെങ്കിൽ റിമൈൻഡറിൻ്റെ എണ്ണം 1 ആയിരിക്കും. ലീപ്പ് ഇയർ ആണെങ്കിൽ റിമൈൻഡറിൻ്റെ എണ്ണം 2 ആയിരിക്കും. ഓക്കെ, ഇനി 365 ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്ന സമയം കളയണ്ട. നോർമൽ ഇയറിൽ 1, ലീപ്പ് ഇയറിൽ 2. അങ്ങനെ നമുക്ക് ഒന്നുകൂടെ ചോദ്യം ചെയ്ത് നോക്കിയാലോ. ആദ്യം എത്ര ദിവസമുണ്ട്? 6 ദിവസം. ആദ്യം എത്ര ദിവസമുണ്ട്? 6 ദിവസം മിച്ചം. അടുത്ത 1986 1 ദിവസം, 87 1 ദിവസം, 88 1 ദിവസം. 6 1 7 ആണ്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസലായിപ്പോയി, മിച്ചം ഇനി 2 ബാക്കിയുണ്ട്. സോ ബുധൻ കഴിഞ്ഞ് വ്യാഴം വെള്ളി, ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം, ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് സമയമെടുത്തു എങ്കിൽ അതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? നമുക്കിവിടെ കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ട്, മിനിറ്റിൽ സമയം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എങ്ങോട്ടേക്ക് ചിന്തിക്കും? ഡിസ്റ്റൻസ് ഫോർമുല, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം എന്നൊക്കെ ചിന്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നോക്കിയേ, ഞാൻ കിലോമീറ്റർ ഇവിടെ കൊടുത്തു, മിനിറ്റ് ഇവിടെ കൊടുത്തു. 5 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് എത്ര മിനിറ്റ്? 25 മിനിറ്റ്. 3.5 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് എത്ര? ഓക്കെ, ഇതിനെ എക്സ് എന്ന് വിളിക്കുക, ക്രോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റു 5x ഈക്വൽ ടു 3.5 ഇൻറ്റു 25, 25 ഇൻറ്റു 3.5. മൾട്ടിപ്ലൈ ചെയ്ത് വലുതാക്കരുത്. അതിന് മുമ്പായിട്ട് എക്സ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 25 ഇൻറ്റു 3.5 ഡിവൈഡ് ബൈ 5. 5ഉം 25ഉം വെട്ടാം 5 പ്രാവശ്യം. 5 ഇൻറ്റു 3.5, 5 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 15 കിട്ടും. 5 ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ 2.5 കിട്ടും. 15ഉം 2.5ഉം 17.5. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ നമ്മൾ അതിന് അപ്രോച്ച് ചെയ്യുന്ന രീതി അനുസരിച്ചെടുക്കും നമ്മൾ എത്ര സമയം അത് സോൾവ് ചെയ്യാനായിട്ട് എടുക്കുന്നു എന്നുള്ളത്. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതെങ്ങനെ നമ്മൾ ട്രഡീഷണൽ രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോഴും ആ രീതി മാത്രമേ നമുക്ക് വരത്തുള്ളൂ. നമ്മൾ പുതിയ പുതിയ രീതികളിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഷോർട്ടായിട്ടുള്ള രീതികളിൽ വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും ആ ലോജിക്ക് പെട്ടെന്ന് വരും. നമ്മുടെ അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 12ൻ്റെ ഗുണിതം ഏത്? 12ൻ്റെ ഗുണിതം. ഒരു സംഖ്യ 12ൻ്റെ ഗുണിതമാണോ എന്നറിയാനായിട്ട് നമ്മൾ നേരെ തിരിച്ച് ചിന്തിക്കാം. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ മതി. 4ൻ്റെ ഗുണിതങ്ങളെല്ലാം 4 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്നതായിരിക്കും. 5ൻ്റെ ഗുണിതങ്ങളെല്ലാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ 12ൻ്റെ ഗുണിതങ്ങളെല്ലാം 12 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷനായിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കരുത്. നോക്കിയേ, ഒരു നമ്പർ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നറിയാം. 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് 12 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു സംഖ്യയെ 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 12 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം 4ൻ്റെ കാര്യം ചെക്ക് ചെയ്യാം, അതാണ് എളുപ്പം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നറിയാൻ അവസാനത്തെ 2 അക്കങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ മതി. ഇവിടെ അവസാനത്തെ 2 അക്കം 47, 4ൻ്റെ ടേബിളിലില്ല. 47, 4ൻ്റെ ടേബിളിലില്ല. 49, 4ൻ്റെ ടേബിളിലില്ല. 16, 4ൻ്റെ ടേബിളിലുണ്ട്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ അയാളെ 3 കൊണ്ട് എന്തായാലും പറ്റും. ഇനി നമുക്കത് ഒന്നുകൂടി വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനായിട്ട് അക്കങ്ങളെ കൂട്ടി നോക്കാം. 3ഉം 8ഉം 11, 11 1 12, 12 6 18. 18 എന്ന് പറയുന്ന 6ൻ്റെ ടേബിളിലുണ്ട്, 3ൻ്റെ ടേബിളിലുണ്ട്. സോ 3816 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യം ഇത് ചെക്ക് ചെയ്യേണ്ട, നമ്മൾ എങ്ങനെ നമുക്ക് ടൈം സേവ് ചെയ്യാം. 3ൻ്റെ കാര്യം ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഓരോരുത്തരെയും ചെക്ക് ചെയ്യുമ്പോൾ ടൈം വേസ്റ്റ് ആകും. അപ്പോൾ 4ൻ്റെ കാര്യം ആദ്യം നോക്കിയപ്പോൾ എനിക്ക് ഒരൊറ്റ ഉത്തരേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ശരി ഉത്തരം. നമ്മുടെ അടുത്ത ചോദ്യം, 4 കുട്ടികൾക്ക് ശരാശരി 7 വയസ്സ്. 5ാമത്തെ കുട്ടി വന്നപ്പോൾ ശരാശരി 6 ആയെങ്കിൽ 5ാമത്തെ കുട്ടിയുടെ വയസ്സ് എത്ര? ഓക്കെ, 4 കുട്ടികൾക്ക് ശരാശരി 7 വയസ്സെങ്കിൽ 4 കുട്ടികളുടെ ടോട്ടൽ വയസ്സ് എത്രയായിരിക്കും? 4 7 28. ഓക്കെ, 5ാമതൊരു കുട്ടി കൂടി വന്നപ്പോൾ ശരാശരി 6 ആയി. ഓക്കെ,
അപ്പോൾ അഞ്ചാമതൊരു കുട്ടി കൂടി വന്നു. 5 പേരുടെ ശരാശരി വയസ്സ് 6. അങ്ങനെ 5 പേരുടെ ടോട്ടൽ വയസ്സ് എത്രയായിരിക്കും? 5 × 6 30. നേരത്തെ വയസ്സിൻ്റെ ടോട്ടൽ 28 ഇപ്പോൾ വയസ്സിൻ്റെ ടോട്ടൽ 30. അതായത് അഡീഷണലായിട്ട് വന്ന കുട്ടിയുടെ പ്രായം 2 വയസ്സ്. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു വസ്തുവിന് തുടർച്ചയായി 20%, 10%, 25% ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ചെയ്യാനായിട്ട് ഞാൻ എന്തെടുക്കൂ, ആ വസ്തുവിൻ്റെ വിലയെ എക്സ് എന്ന് വിളിച്ചു. 20% ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെയെങ്കിൽ അവിടെ ഇനി മിച്ചം എത്ര രൂപയ്ക്കായിരിക്കും വിറ്റത്? 80 രൂപയ്ക്കായിരിക്കില്ലേ? അപ്പോൾ 80/100 ഇൻറ്റു വീണ്ടും 10% ഡിസ്കൗണ്ട് കൊടുത്തു, 10 രൂപ കുറച്ച് കൊടുത്തു, അപ്പോൾ ഇൻറ്റു 90/100. പിന്നെ ഒരു 25 രൂപ കുറച്ച് കൊടുത്തു, ഇൻറ്റു 75/100. പൂജ്യങ്ങളെ വെട്ടാം 75. 25ൻ്റെ ഉള്ളിൽ 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 4 8 2 പ്രാവശ്യം, 2 × 3 3 × 2 6, 6 9 54/10 × 10 100. എക്സ് ഇൻറ്റു 54/100 എന്ന് കിട്ടി. അതായത് നിലവിൽ 54% രൂപയ്ക്കാണ് വിറ്റത്. അതായത് എത്ര രൂപ കുറച്ച് കൊടുത്തു? 46 രൂപ കുറച്ച് കൊടുത്തു. എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുത്തു? 46 രൂപ. ഇനി ഇവിടെ ഇതെങ്ങനെ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു വസ്തുവിൻ്റെ വില കൂടുവാണെങ്കിൽ 100നോട് കൂട്ടി എഴുതുക, കുറയുവാണെങ്കിൽ 100ൽ നിന്ന് കുറച്ചെഴുതുക. ഇപ്പോൾ 100 രൂപ വിലയുള്ളൊരു വസ്തു 20 രൂപ കൂട്ടി എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറും? 120 മാറും. 20 രൂപ കുറച്ചു എന്ന് പറയുമ്പോൾ 80 മാറും. അതേ ലോജിക്ക് നമ്മളിവിടെ കൊടുക്കും. ഓക്കെ. 20% വില കുറച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ വില എത്രയായിട്ട് മാറി? 80 മാറി. അതുകൊണ്ട് പെർസെൻറ്റേജിലല്ലേ പറയുന്നത്. അപ്പോൾ 80/100. പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാനായിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ. അതുപോലെ 10% കുറച്ച് കൊടുത്തു എന്ന് പറയുമ്പോൾ 90 രൂപയായിട്ട് മാറി. സോ 90/100. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചിഹ്നത്തെയാണ് ഞാൻ എന്ത് ചെയ്തത്? 1/100 എന്ന് മാറ്റി എഴുതിയത്. അതുപോലെ 25 രൂപ കുറച്ച് കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് ഇനി എത്ര രൂപയുണ്ട്? 75 രൂപയുണ്ട്. സോ 75/100. ഓക്കെ അല്ലേ? നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4 കുട്ടികളുള്ള ക്ലാസ്സിൽ വിശ്വനാഥൻ്റെ റാങ്ക് മുന്നിൽ നിന്ന് 19ാമത്, അവസാനത്ത് നിന്ന് 4 അല്ല 40 കുട്ടികളുള്ള ക്ലാസ്സിൽ വിശ്വനാഥൻ്റെ റാങ്ക് മുന്നിൽ നിന്ന് 19ാമത്, അവസാനത്ത് നിന്ന് റാങ്ക് എത്രാമത്? ഓക്കെ. മുന്നിൽ നിന്ന് 19ാമതെങ്കിൽ പിന്നിൽ നിന്നുള്ള റാങ്ക് എത്രയായിരിക്കും? 40ൽ നിന്ന് 19 കുറയ്ക്കുക. 40ൽ നിന്ന് 10 പോകുമ്പോൾ എത്ര കിട്ടും? 30 കിട്ടും. 9 പോകുമ്പോൾ 21. അതിനോട് 1 കൂട്ടുക, 22. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു 6 പേര് അല്ലെങ്കിൽ 7 പേര് ഞാൻ എടുക്കുന്നു. 7 പേര് ഞാൻ എടുക്കുന്നു. മുന്നിൽ നിന്ന് 5ാമതായിട്ടുള്ള ഒരാൾ, 1 2 3 4 5, 5ാമതായിട്ടുള്ള ആൾ. പിന്നിൽ നിന്ന് എത്രാമതായിരിക്കും? 3ാമതായിരിക്കും ഇല്ലേ? മുന്നിൽ നിന്ന് 5ാമത്, പിന്നിൽ നിന്ന് 3ാമത്. ഇത് നമുക്ക് ചെയ്യുമ്പോൾ ആകെ 7 പേരാണ് ഉണ്ടായിരുന്നത്. മുന്നിൽ നിന്ന് 5ാമത്, പിന്നിൽ നിന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 7ൽ നിന്ന് 5 കുറച്ചു, 2 കിട്ടി. അതിനോട് 1 കൂട്ടി, 3 കിട്ടി. ഓക്കെ. കാരണം ഈ 5 പേരെ കളയുമ്പോൾ പിറകിൽ എത്ര പേരുണ്ടെന്ന് ആ നമ്പറാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് ഇയാളുടെ സ്ഥാനമാണ് വേണ്ടത്. അപ്പോൾ 1 2 പേര് പിറകിലുണ്ട്, അതിന് പുറമെ ഒരാളും കൂടി. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു വ്യാപാരി റേഡിയോ വാങ്ങിയ വില 3000 രൂപ, 20% വില കൂട്ടിയിട്ടു. അദ്ദേഹത്തിന് 8% ലാഭം മതിയെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ശതമാനം എടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി അല്ലാതെ ഷോർട്ടായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മൾ നേരത്തെ കൂട്ടുപലിശയുടെ ചോദ്യം ചെയ്തപ്പോൾ 1000ൻ്റെ 10% 100 എന്ന് പറഞ്ഞൊരു ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഏതൊരു സംഖ്യ വന്നു കഴിഞ്ഞാലും ശതമാനം കണ്ടുപിടിക്കാനായിട്ട് ആ രീതി ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഇപ്പോൾ 4000 രൂപയാണ് തന്നിട്ടുള്ളതെന്ന് കരുതുക. 4000ൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 100% എന്ന് പറയുന്നതാണ് 4000 രൂപ. അങ്ങനെയെങ്കിൽ 10% എന്ന് പറയുന്നത് 400 രൂപ. 1% എന്ന് പറയുന്നത് 40 രൂപ. ഓക്കെ. അങ്ങനെയെങ്കിൽ 2% എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും? 80 രൂപ. 1% 40 എങ്കിൽ 2% 80. ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. നമുക്ക് ഈ ചോദ്യത്തിലേക്ക് നോക്കാം. 3000 രൂപയ്ക്ക് വാങ്ങിച്ചു, 20% വില കൂട്ടിയിട്ടു. അപ്പോൾ 3000ൻ്റെ 10% എത്രയാണ്? 300 രൂപ. അങ്ങനെയെങ്കിൽ 20% എത്രയാണ്? 600 രൂപ. സോ അയാൾ 3600 രൂപയ്ക്കാണ് വിൽക്കാൻ തീരുമാനിച്ചത്. 20% വില കൂട്ടിയത്. ഓക്കെ. ഇനി ഇദ്ദേഹത്തിന് എത്ര രൂപ ലാഭം മതി? 8% ലാഭം മതി. അപ്പോൾ 3000ൻ്റെ ചിലവായ തുകയിൽ നിന്നാണ് ലാഭം വേണ്ടത്. 3000ൻ്റെ 8% ലാഭമായിട്ട് വേണ്ടത്. 3000ൻ്റെ 1% എന്ന് പറയുന്നത്
3000ൻ്റെ 1% എന്ന് പറയുന്നത് എത്രയാണ്? 30 രൂപ. അതിൽ 8% എന്ന് പറയാം എത്രയാണ്? 30 × 8 240 രൂപ. ഓക്കെ, ഇപ്പോൾ നിലവിൽ അയാൾക്ക് 600 രൂപ ലാഭം കിട്ടുന്നുണ്ട്. അയാൾക്ക് 240 രൂപ ലാഭം മതി. അതായത് ഇത് 360 രൂപ കുറച്ച് കിട്ടിയാൽ മതി. ഇതിൽ നിന്ന് 360 രൂപ കുറച്ച് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് 360 രൂപ അയാൾക്ക് കുറയ്ക്കണം. ഏതിൽ നിന്ന്? 3600-ൽ നിന്ന് × 100. ഓക്കെ, പൂജ്യങ്ങളെ വെട്ടിക്കളയാം. 36 10. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഒന്നുകൂടി 3000 രൂപ വിലയുള്ള സാധനം 3600 രൂപ അയാൾ വില ഇട്ടു. പക്ഷേ അയാൾക്ക് 8% ലാഭം മതി. അതായത് 240 രൂപ ലാഭം മതി. 240 രൂപ ലാഭം എന്ന് പറയുമ്പോൾ 3000 രൂപ ചിലവായതും 240 രൂപ ലാഭവും ചേർത്ത് 3240 രൂപ അയാൾക്ക് കിട്ടണം. 3600 രൂപയാണ് വില ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു 360 രൂപ കുറച്ച് കൊടുത്താലല്ലേ അയാൾക്ക് കറക്റ്റ് 8% ലാഭത്തിൽ വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 8% എന്ന് പറയുന്നത് അല്ല, ഇവർ തമ്മിലുള്ള വ്യത്യാസം അതല്ലേ കുറയ്ക്കേണ്ടത്? 360 രൂപയല്ലേ കുറച്ച് കൊടുക്കേണ്ടത്? ആ 360 രൂപ എന്ന് പറയുന്നത് 3600-ൻ്റെ എത്ര ശതമാനം? 360 ÷ 3600 × 100. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം. 12 സംഖ്യകളുടെ ശരാശരി 20. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 19 എങ്കിൽ കൂട്ടിച്ചേർത്ത സംഖ്യ ഏത്? 12 സംഖ്യകളുടെ ശരാശരി 20. അപ്പോൾ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 12 × 20 എത്രയാണ്? 240. ഒരു സംഖ്യ കൂടി കൂട്ടിച്ചേർത്തു. അതായത് 12 സംഖ്യകളെന്നുള്ളത് എത്രയായിട്ട് മാറി? 13 സംഖ്യകളായിട്ട് മാറി. അപ്പോൾ ശരാശരി എത്രയാണ്? 19. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവരുടെ തുക എത്രയായിരിക്കും? 7 11 1 3 3 1 247 മാറി. അതായത് കൂട്ടിച്ചേർത്ത സംഖ്യ ഏതാണ്? 240 ആയിരുന്നു നേരത്തെയുള്ള തുക. ഒരു സംഖ്യ അഡീഷണലായിട്ട് വന്നപ്പോൾ തുക 247 അതായത് 7 കൂട്ടിച്ചേർത്ത സംഖ്യ. ഓക്കെ, അടുത്ത ചോദ്യം ബോട്ട് ആൻഡ് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മണിക്കൂറിൽ ഒഴുക്കിന് അനുകൂലമായി 11 കിലോമീറ്ററും ഒഴുക്കിനെതിരെ 5 കിലോമീറ്ററും വേഗത്തിൽ സഞ്ചരിക്കുന്ന ബോട്ടിൻ്റെ നിശ്ചല ജലത്തിലെ വേഗത എത്ര? ഇവിടെ ബോട്ടിന് ഒഴുക്കിന് അനുകൂലമായാലും എതിരെയായാലും ബോട്ടിൻ്റെ വേഗത സെയിം ആയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഒഴുക്കിൻ്റെ കൂടെ പോകുമ്പോൾ ഒഴുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യും, അപ്പോൾ സ്പീഡ് കൂടും. ഒഴുക്കിനെതിരെ പോകുമ്പോൾ ഒഴുക്ക് നമ്മളെ ഒപ്പോസ് ചെയ്യും, അതുകൊണ്ട് സ്പീഡ് കുറയും. ഓക്കെ, എല്ലാ കേസിലും ബോട്ട് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും. ഓക്കെ, അതായത് ബോട്ടിൻ്റെ വേഗത എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഒഴുക്കാണ് അതിനെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ബോട്ട് വരുമ്പോൾ ഒരു സ്ട്രീം കുത്തനെ താഴോട്ട് ഒഴുകുന്നു എന്നൊരു വര വരയ്ക്കാം. നടുക്ക് എഴുതേണ്ടത് ബോട്ടിൻ്റെ വേഗത, സ്പീഡ് ഓഫ് ബോട്ട്. ഇങ്ങോട്ട് ഒഴുക്കിനെതിരെ ഉള്ളത് എത്രയാണ്? 5 കിലോമീറ്റർ. താഴേക്കുള്ളത് ഒഴുക്കിന് അനുകൂലമായിട്ട് എത്രയാണ്? 11 കിലോമീറ്റർ. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കല്ലേ ബോട്ട് നിൽക്കുന്നത്? 11 5 കൂട്ടിയാൽ 16. 16ൻ്റെ പകുതി എടുത്താൽ 8. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് എത്ര എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഇത്രയേ ഉള്ളൂ. ബോട്ട് നടുക്ക് നിൽക്കുന്നു. ഒഴുക്കിനെതിരെ പോകുമ്പോൾ 5 സ്പീഡ്, ഒഴുക്കിന് അനുകൂലമായിട്ട് വരുമ്പോൾ 11 സ്പീഡ്. രണ്ടിൻ്റെയും കൃത്യം നടുക്കല്ലേ ബോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃത്യം നടുക്കുള്ള വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടേ? രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. ഓക്കെ, ഇതേ ലോജിക്ക് തന്നെ ഇവിടുത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 8 തന്നിട്ടുണ്ട്. ഇവിടെ എത്ര എന്നാണ് ചോദിക്കുന്നതെന്ന് കരുതുക. ഒഴുക്കിനെതിരെ 5, ഒഴുക്കില്ലാത്തപ്പോൾ 8. അതായത് 8 കിലോമീറ്റർ സ്പീഡിൽ ഓടേണ്ടിയിരുന്ന ഒരാളെ 5 മാറ്റി. ആര്? ഒഴുക്ക്. അതായത് 3 കിലോമീറ്റർ സ്പീഡിൽ ഒഴുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിലേക്ക് തള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് 5 പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒഴുക്കിൻ്റെ സ്പീഡ് 3. ഇവിടെയും ഒഴുക്കിൻ്റെ സ്പീഡ് അങ്ങനെയെങ്കിൽ 3 തന്നെ. അപ്പോൾ 8 3 11. ഓക്കെ, അടുത്ത ചോദ്യം. ഒരാൾ ഓഫീസിലേക്ക് 35 km/h വേഗത്തിലും തിരിച്ച് വീട്ടിലേക്ക് 15 km/h വേഗത്തിലും സഞ്ചരിക്കാൻ ആകെ 4 മണിക്കൂർ സമയമെടുത്തെങ്കിൽ വീടും ഓഫീസും തമ്മിലുള്ള അകലം എത്ര? നോക്കിയേ, ഇവിടെ മാറ്റമില്ലാതെ തുടരുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ആണ് ഇല്ലേ? വീടും ഓഫീസും ഒരിടത്ത് ഫിക്സ് ആയിട്ടിരിക്കുന്നുണ്ട്. അയാൾ സ്പീഡ് കൂടുതൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ, സ്പീഡ് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും, സ്പീഡ് കുറച്ച് പോയി കഴിഞ്ഞാൽ കൂടുതൽ സമയം എടുത്ത് എത്തത്തുള്ളൂ. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് സ്പീഡും ടൈമുമാണ്. ഡിസ്റ്റൻസിന് ഒരിക്കലും മാറ്റമില്ല. നമുക്കറിയാം ഡിസ്റ്റൻസ് ഈക്വൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈമാണ്. അങ്ങനെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം. ഓക്കെ, ഡിസ്റ്റൻസിനെ ഞാൻ ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. അപ്പം ഞാൻ ആദ്യം ഓഫീസിൽ നിന്ന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു. അപ്പോൾ എടുക്കുന്ന സമയം എത്രയായിരിക്കും? സമയം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതിയല്ലോ.
x/35. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. എത്ര കിലോമീറ്റർ സ്പീഡിൽ? 15 കിലോമീറ്റർ സ്പീഡിൽ. അങ്ങനെയെങ്കിൽ സമയം എത്രയായിരിക്കും? x/15. ഇവർ തമ്മിൽ കൂട്ടിയാൽ എനിക്ക് ആകെ സമയം കിട്ടും. ആകെ സമയം എത്രയാണ്? 4. ക്രോസ് ചെയ്യാമല്ലോ. 15x പ്ലസ് 35 × x 35x ഡിവൈഡ് ബൈ 35 × 15 ഈക്വൽ ടു 4. 35ഉം 15ഉം കൂട്ടുമ്പോൾ എത്രയെന്ന് കിട്ടും? 50x എന്ന് കിട്ടും. അപ്പോൾ 50x ഈക്വൽ ടു, ഞാൻ എന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. 4 × 35 × 15. 5ൻ്റെ ടേബിളിൽ ഡിവൈഡ് ചെയ്യാം. 5ൻ്റെ ടേബിളിൽ 10 പ്രാവശ്യം, 5ൻ്റെ ടേബിളിൽ 3 പ്രാവശ്യം, വീണ്ടും 5ൻ്റെ ടേബിളിൽ 2 പ്രാവശ്യം, 5ൻ്റെ ടേബിളിൽ 7 പ്രാവശ്യം, 2ൻ്റെ ടേബിളിൽ 2 പ്രാവശ്യം. ഓക്കെ, 2 × 7 14, 14 × 3 എത്ര? 42. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ ഇട്ട് വെട്ടി, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ 50 × x ആണ്. 50 നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ x = 4 × 35 × 15 ഡിവൈഡ് ബൈ 50 എന്നാവും. ഇവിടെ ഇട്ട് വെട്ടുന്ന സെയിം പ്രോസസ്സാണ്. ഒരു സ്റ്റെപ്പിന് എഴുതുന്ന ടൈം കുറയ്ക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? 2 സൈഡിലിട്ട് തന്നെ വെട്ടിയത്. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടുവിൻ്റെ 2 സൈഡിലുള്ള ആൾക്കാരെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒറ്റ കാര്യം ഓർമ്മിച്ചാൽ മതി, അവരുടെ ഇടയിലെല്ലാം എന്തായിരിക്കണം? മൾട്ടിപ്ലിക്കേഷൻ മാത്രമായിരിക്കണം. ഇടയിൽ പ്ലസ്സോ മൈനസോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? ഇങ്ങനെ ചെയ്യരുത്. ഇടയിൽ ഇവിടെ 50 × x 4 × 35 × 15 ഇടയിലെല്ലാം ഇൻറ്റു മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർ എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം. ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും ഇതേ തീയതികളുടെ 2 ആഴ്ചയ്ക്ക് ശേഷം വരുന്ന തീയതികളുടെയും തുക 62 എങ്കിൽ ആദ്യ ദിനം എത്രാം തീയതിയാണ്? കലണ്ടർ നമുക്കറിയാം 7 ദിവസം വെച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കലണ്ടറിൽ 7 എന്ന് പറയുന്ന തീയതിയുടെ തൊട്ട് താഴെ വരുന്നത് എല്ലായ്പ്പോഴും 14 ആയിരിക്കും. അതിന് തൊട്ട് താഴെ എല്ലായ്പ്പോഴും 21 ആയിരിക്കും. 1-ന് തൊട്ട് താഴെ വരുന്നത് എല്ലായ്പ്പോഴും 8 ആയിരിക്കും. അതിന് തൊട്ട് താഴെ എല്ലായ്പ്പോഴും 15 ആയിരിക്കും. അതായത് 7ൻ്റെ ഡിഫറൻസിലാണ് താഴോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഫസ്റ്റത്തെ ആളിനെ ഞാൻ x എന്ന് വിളിച്ചു. രണ്ടാമത്തെ ആൾ എന്തായിരിക്കും? x+1. തൊട്ട് താഴത്തെ ആൾ 7 കൂട്ടിയാൽ മതി, x+7. എനിക്ക് അടുത്ത ആഴ്ചയാണ് വേണ്ടത്. അപ്പോൾ x+7 വീണ്ടും ഒരു 7 കൂട്ടും, x+40. അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്നയാൾ x+50. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 62. x എത്ര x ഉണ്ട്? 4x. 15, 14, 1 എത്ര കിട്ടും? 30. 4x + 30 എന്ന് പറയുന്നത് എത്രയാണ്? 62. 30 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 62 - 30 32 എന്ന് കിട്ടും. 4x = 32. അങ്ങനെയെങ്കിൽ x = എത്രയാണ്? 32/4 8. അപ്പോൾ അതിൽ എക്സിൽ ആദ്യത്തെ തീയതി എന്ന് പറയുന്നത് എത്രയാണ്? 8-ാം തീയതി. അവസാനത്തെ തീയതിയാണ് ചോദിക്കുന്നതെങ്കിൽ 8-നോടൊരു 15 കൂട്ടിയാൽ മതി. ഓക്കെ, 23-ാം തീയതി എന്ന് കിട്ടും. അടുത്ത ചോദ്യം. 1 + 1/2 + 1/4 + 1/8 + 1/16 + 1/32. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ല അപ്രോച്ച് എന്ന് പറയുന്നത് LCM മെത്തേഡാണ്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2, 4, 8, 16, 32 എല്ലാം നിരത്തി എഴുതി LCM കണ്ടുപിടിച്ചുകൊണ്ടിരിക്കരുത്. ഇതെല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നമ്പേഴ്സാണ് ഇല്ലേ? ഡിനോമിനേറ്ററുകളെ സെയിം ആക്കാനായിട്ട് നോക്കുക. LCM മെത്തേഡാണ്. LCM നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ ഈ കേസിൽ നമുക്ക് ചെയ്യാതെ തന്നെ LCM കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ? 32 ആക്കാൻ 16നെ 32 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 8നെ 32 ആക്കാൻ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 4നെ 32 ആക്കാൻ 8 കൊണ്ട് ഗുണിച്ചാൽ മതി. 2നെ 32 ആക്കാൻ 16 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ വെറുതെ 1 എഴുതിയാൽ അടിയിൽ 1 ഉണ്ടെന്നാണ് അർത്ഥം. 1നെ 32 ആക്കാൻ 32 കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഗുണിച്ച് മാറ്റി എഴുതാം. ആദ്യത്തെ ആളെ അടിയിൽ 32 ആക്കാൻ 32 കൊണ്ട് ഗുണിക്കണം. മുകളിലും ഗുണിക്കണം, താഴെയും ഗുണിക്കണം. അപ്പോൾ സംഖ്യ 32/32 എന്നാവും. പ്ലസ് ഇവിടെ താഴെ 32 ആക്കാൻ 16 കൊണ്ട് ഗുണിക്കണം. മുകളിലും താഴെയും ഗുണിക്കണം. 1 × 16 16, 2 × 16 32. പ്ലസ് അടുത്തയാളെ 8 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 8/32. പ്ലസ് അടുത്തയാളെ 4 കൊണ്ട് ഗുണിച്ചാൽ 32 ആവും. സോ 4/32. അടുത്തയാളെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 2/32. അടുത്ത 1/32. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടാം. 16ഉം 4, 20, 28, 30, 31, 31, 32, 63. 63/32. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം. ഒരു മട്ടത്രികോണത്തിലെ ലംബവശങ്ങളുടെ നീളങ്ങൾ 10 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ആണ്.
ഈ വശങ്ങൾ യഥാക്രമം 20%, 25% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? ഓക്കെ, ഇവിടെ പരപ്പളവ് എത്രയാകുമെന്നല്ല ചോദിച്ചേക്കുന്നത്, എത്ര ശതമാനം വർദ്ധിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ഈ 10 എന്ന് പറയുന്ന 8 എന്ന് പറയുന്ന നമ്പേഴ്സ് യൂസ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കാം. എന്നിട്ട് 10ൻ്റെ 20% കൂട്ടി, അടുത്തയാളുടെ 25% കൂട്ടി, അവരെ ഗുണിച്ച് വീണ്ടും ഏരിയ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിന് ഡിഫറൻസ് എടുത്ത് അടുത്ത വീണ്ടും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. അതൊക്കെയാണ് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ ചെയ്യുന്ന പ്രൊസീജിയർ. ഓക്കെ, നമുക്കിവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ 10 എന്ന് പറയുന്ന സംഖ്യയും 8 എന്ന് പറയുന്ന സംഖ്യയും നിങ്ങളുടെ ടൈം കളയാനായിട്ട് അവർ തന്നേക്കുന്നതാണ്. കാരണം പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കുമെന്നേ ചോദിച്ചിട്ടുള്ളൂ, എത്ര വർദ്ധിക്കുമെന്നല്ല ചോദിച്ചേക്കുന്നത്. എത്ര വർദ്ധിക്കുമെന്നായിരുന്നെങ്കിൽ 10ൻ്റെ 8ൻ്റെ ഉപയോഗം നമുക്കുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഉപയോഗമേ ഇല്ല. എത്ര ശതമാനം കണ്ടുപിടിക്കാനായിട്ട് 2 ശതമാനങ്ങൾ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഏരിയ മട്ടത്രികോണമാണ്. ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇടയിലെല്ലാം മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ബ്രെഡ്ത്ത് ഏതെങ്കിലും ഒരു ശതമാനം ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ചോ. ഇപ്പോൾ 100 ആയിരുന്ന ബ്രെഡ്ത്ത് 20% കൂടിയെന്ന് പറയുമ്പോൾ 120 ആയി എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ ബ്രെഡ്ത്ത് എന്തായിട്ട് മാറും? 120/100 ആയിട്ട് മാറും. 120/100% ആയിട്ട് മാറും, ഇല്ലേ? അതുപോലെ ഹൈറ്റ് എന്തായിട്ട് മാറും? 125/100% ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു 120/100 ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു 125/100. ഇതാണ് ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഇതിനെ ഹാഫ് ബി എച്ച് മാറ്റിക്കഴിഞ്ഞാൽ, ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഏരിയയാണ്. ആ ഏരിയ ഞാൻ എക്സ് എന്ന് വിളിച്ചു എങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ മാത്രം പോരെ ഇനി സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഹാഫ് ബി എച്ചിനെ എക്സ് എന്ന് വിളിച്ചു, ബാക്കി 120/100 ഇൻറ്റു 125/100. പൂജ്യങ്ങൾ നമുക്ക് വെട്ടിക്കളയാം. 5ൻ്റെ ടേബിളിൽ 25ൻ്റെ ടേബിളിൽ 5 പ്രാവശ്യം, 4 പ്രാവശ്യം, 4 12, 3 പ്രാവശ്യം, 5 3 2 പ്രാവശ്യം. എക്സ് ഇൻറ്റു 3/2 എന്ന് കിട്ടി. 3/2 എന്ന് പറയുന്നത് ഫ്രാക്ഷനാണ്. ഫ്രാക്ഷനെ പെർസെൻറ്റേജിലായിട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. വെട്ടിപ്പോവാൻ 50 എന്ന് കിട്ടും. 3 × 50 150 നമുക്ക് കിട്ടും. ഇവിടെ നോക്കിയേ, ഏതൊരു വസ്തുവിനെ നമ്മൾ എന്തായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു? 100 ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 100 ആയിരുന്നത് ഇപ്പോൾ എന്തായിട്ട് മാറി? 150 ആയിട്ട് മാറി. അപ്പോൾ എത്ര കൂടി? 50% കൂടി. ഓക്കെ, നമുക്ക് ഇത്രയും ചെയ്യുന്ന സ്റ്റെപ്പിൽ ഇത്രയും കാര്യം ആവശ്യമുള്ളൂ. നമ്മുടെ ആദ്യത്തെ പെർസെൻറ്റേജ് എത്രയാണ്? 20% കൂടിയത്. സോ 120/100 ഇൻറ്റു അടുത്ത എത്രയാണ്? 125/100. പൂജ്യങ്ങളെ ക്യാൻസൽ ചെയ്തു. 5 4 3 പ്രാവശ്യം, 2 പ്രാവശ്യം, 3/2 എന്ന് കിട്ടി. ഫ്രാക്ഷനിലാണ് കിട്ടിയത്. ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. വെട്ടിച്ചെറുതാക്കുമ്പോൾ 50 എന്ന് കിട്ടും. 3 × 50 150. 100 ആയിരുന്നത് എത്രയായിട്ട് മാറി? 150. സോ 50% ഇൻക്രീസായി. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു 2 അക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9. അക്കങ്ങളെ തിരിച്ചിട്ടാൽ പുതിയ സംഖ്യ ആദ്യത്തേതിനേക്കാൾ 27 കൂടുതലെങ്കിൽ സംഖ്യ ഏത്? ഈ ചോദ്യം നമ്മുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. SCRT ടെക്സ്റ്റിൽ. ഓക്കെ, NCERT-യിലും ഇതേ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. 2 ടെക്സ്റ്റ് ബുക്കിൽ സെയിം ക്വസ്റ്റ്യനാണിത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുന്ന മെത്തേഡ് എക്സ് കൊടുത്ത് 2 ഡിജിറ്റ് നമ്പറെ കൺസിഡർ ചെയ്യും. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നോക്കി, 2 അക്ക സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കങ്ങളുടെ തുക എന്താവേം വേണം? 9 ആവേം വേണം. നമുക്ക് അവരെ ഒന്ന് എഴുതി നോക്കിയാൽ പോരെ. ആരൊക്കെ ഉണ്ട്? 18, 27, 36, 45, 54, 63, 72, 81, 90. ഇത്രയും ആൾക്കാരല്ലേ ഉള്ളത്. 2 അക്ക സംഖ്യ ആകുകയും വേണം, അക്കങ്ങളുടെ തുക 9 ആകുകയും വേണം. അങ്ങനെയുള്ള ഇത്രയും പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇവരിൽ ആരോ ആണ് എൻ്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ വരി നോക്കിയേ. അക്കങ്ങളെ തിരിച്ചിട്ടാൽ പുതിയ സംഖ്യ ആദ്യത്തേതിനേക്കാൾ 27. അക്കങ്ങളെ തിരിച്ചിട്ടാൽ അത് 18 എന്ന് പറയുന്നത് എന്താവണം? 81 ആവണം. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം 27. 18 81 തമ്മിലുള്ള വ്യത്യാസം 27 അല്ല. 90നെ തിരിച്ചിട്ടാൽ 9, അതിവിടെ ഇല്ല. 27നെ തിരിച്ചിട്ടാൽ 72, വ്യത്യാസം എന്തല്ല? 27 അല്ല. 45നെ തിരിച്ചിട്ടാൽ 54, വ്യത്യാസം 27 അല്ല. 36നെ തിരിച്ചിട്ടാൽ 63, 36നോട് 27 കൂട്ടിയാൽ 63 കിട്ടും. സോ 36 എൻ്റെ സംഖ്യ. ഓക്കെ, രണ്ടാമത്തെ സംഖ്യ ആദ്യത്തേതിനേക്കാൾ 27 കൂടുതൽ, 36 സംഖ്യ. ഇനി ഇവിടെ ചോദ്യം, തിരിച്ചിട്ടാൽ പുതിയ സംഖ്യ ആദ്യത്തേതിനേക്കാൾ 27 കുറവ് എങ്കിൽ 63 ആകുമായിരുന്നു എൻ്റെ ഉത്തരം. കാരണം 63 ആണെങ്കിൽ തിരിച്ചിടുമ്പോൾ 36 ആവത്തുള്ളൂ, ഇതിനേക്കാൾ 27 കുറവാവത്തുള്ളൂ. ഓക്കെ, ഇവിടെ കൂടുതലെന്ന് പറഞ്ഞതുകൊണ്ട്
36 എൻ്റെ സംഖ്യ. സോ തിരിച്ചിടുമ്പോൾ 63 ആകും, 27 കൂടുതലാകും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനമായിട്ടും ഇത്ര ഒരു അല്പം കടുപ്പിക്കുന്ന ലെവലിലുള്ള ചോദ്യങ്ങൾ. അത്യാവശ്യം ടഫായിട്ടുള്ള നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ശീലിച്ചു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ എക്സിറ്റ് ചെയ്താലേ ഒരു തൃപ്തി വരത്തുള്ളൂ എന്ന് പറഞ്ഞു വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. പക്ഷേ ഇതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സമയം നമുക്ക് നഷ്ടമാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തെറ്റാനുള്ള ചാൻസ് കൂടാനുള്ളതുകൊണ്ട് ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ടെൻഷനായി അടുത്ത ക്വസ്റ്റ്യന് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പുതിയ രീതികൾ, ചെറിയ രീതികൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി നമ്മൾ ഏതൊരു അധ്യാപനം പഠിപ്പിക്കുമ്പോഴായാലും ആ രീതി മാത്രമല്ല നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ ഇങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെയുള്ള ഐഡിയ വരും. അത് ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും ഒരു മെത്തേഡ് നമ്മൾ കാണാതെ പഠിക്കാനായിട്ട് നിൽക്കരുത്. അതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള രീതി മാത്രം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ചോദ്യം കിട്ടുമ്പോൾ സ്വന്തമായിട്ടൊരു ഐഡിയ വരും. അതിനെ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ടൈം സേവ് ചെയ്യുക. നിങ്ങൾ സ്വയമായിട്ട് കണ്ടുപിടിക്കുന്ന രീതി നിങ്ങൾ ഒരിക്കലും മറക്കത്തുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. വരുന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് പോകുന്നവർ നിർബന്ധമായിട്ടും ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോവുക. അപ്പോൾ ഇനി വരുന്ന എല്ലാ പരീക്ഷയ്ക്കും നല്ല മാർക്ക്, മാത്സിൻ്റെ പ്രധാനമായിട്ടും മാത്സിൻ്റെ 10 മാർക്കും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.